Hey all, welcome to my very first vlog in my YouTube channel, and today is 23rd February 2026 and welcome to Paris. Hey, once again welcome to my Paris vlog. അങ്ങനെ ഏർലി മോർണിംഗ് ഒരു 3 AM ആയപ്പോഴാണ് നമ്മൾ എയർബിഎൻബിയിൽ എത്തിയത്. ആൻഡ് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ഒരു പിൻ നമ്പർ ഉണ്ടായിരുന്നു കേസ്, അത് നമ്മൾ അവിടുത്തെ ഗേറ്റിൽ അടിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറെ ഏതോ ഗേറ്റിൽ കിടന്നിട്ട് ഈ പിൻ നമ്പർ അടിക്കുക. ലാസ്റ്റ് അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ വന്നിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്താണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയത്. എന്നിട്ട് എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എണീറ്റ് വന്നപ്പം ഉച്ചയായി. ഒരു 11-12 മണി സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാരീസിലെ ട്രെയിൻ സ്റ്റേഷൻ, പാരീസ് അല്ല ആക്ച്വലി, ഈ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല ഫുൾ ഫ്രഞ്ച് ആയിരുന്നു അവിടെ ഫുള്ള്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കുറച്ചധികം നമ്മൾ കഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആയത് ഏകദേശം 12 euros ആണ്. അതൊരു 1 ഡേ ടിക്കറ്റാണ്. ഈ 12 euros നമ്മളൊരു 1 ഡേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ പാരീസിലെ ഏകദേശം എല്ലാ ട്രെയിനിലും എല്ലാ ബസ്, ട്രാം എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി അത് ജർമ്മനിയിലും ഉണ്ട്, 1 ഡേ ടിക്കറ്റ് നമുക്കങ്ങനെ ഉണ്ട്. ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങളങ്ങനെ ടൂർ ഐഫിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. കുറേ നേരം ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തി. പാരീസിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഗൈസ്? എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഐഫൽ ടവർ പാരീസിലാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. ബട്ട് ഞാനിത് ട്രിപ്പിന് പോകുന്നതിന് മുന്നേ കുറച്ചൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസ് എന്ന കൺട്രിയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സിറ്റി ഇൻ ദ വേൾഡ്. കാരണം കുറേ ബ്രാൻഡ്സ്, ലക്ഷറി ബ്രാൻഡ്സ്, ബ്യൂട്ടി, ഫാഷൻ ഹൗസസ്, അങ്ങനെ കുറേ പാരീസിൽ നിന്ന് ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ലൂയി വിത്തോൺ, ഡയോർ, കാർട്ടിയർ, ബാലൻസിയാഗ, ലോറിയൽ പാരീസ്, അങ്ങനെ കുറേ. ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സിറ്റി ഓഫ് ലൈറ്റ്സ്. ആൻഡ് ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിലാണ് പാരീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐഫൽ ടവർ കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും ചെറുതായിപ്പോയ പോലെയാണ് എൻ്റെ മൈൻഡിൽ വന്നത്. ആൻഡ് എൻ്റെ തോട്ട് വാസ്, ഇതല്ല എൻ്റെ ഐഫൽ ടവർ, ഇങ്ങനല്ല എന്നുള്ള സാധനമായിരുന്നു. പക്ഷേ നമുക്ക് ചില പാട്ടുകൾ കേട്ട് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ, അതുപോലെ എനിക്കിത് കണ്ട് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. ഐഫൽ ടവർ പണിയുന്നത് 1889 ഫ്രഞ്ച് റവല്യൂഷന് ശേഷം 100th ഇയേഴ്സ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ചുകാർ ഈ ഒരു അടിപൊളി സാധനം ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് സഞ്ചാരം വൈബിലേക്ക് പോയി എന്ന് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും കാണുന്നത്. കാരണം എന്നെപ്പോലെ മിഡിൽ ക്ലാസ്സിനും താഴേന്ന് സാധാ ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ് ആക്ച്വലി. ഇതുപോലൊക്കെ ട്രാവൽ ചെയ്യുക, പല രാജ്യങ്ങൾ കാണുക, അവിടുത്തെ കൾച്ചറുകൾ മനസ്സിലാക്കുക, അവിടുത്തെ ഫുഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ, എനിക്കിപ്പോൾ 26 വയസ്സ്, പക്ഷേ 26 വയസ്സ് ഒരു ചെറിയ പ്രായമാണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ പറയും ഒരു ചെറിയ പ്രായമാണെന്ന്. ഈ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇത്രയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഒക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതൊരു ഇൻസ്പിറേഷനാക്കി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വേറെ ആരുടെയും അഭിപ്രായം എടുക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങളങ്ങ് ചെയ്യുക, വേറെ ആരെയും ബോധിപ്പിക്കാതെ. അപ്പോൾ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഞങ്ങൾ പോകാനിരുന്ന സ്ഥലം ഈസ് ലോവെ മ്യൂസിയം ആൻഡ് ഇറ്റ്സ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയം. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ അവിടെ കയറാൻ പറ്റിയില്ല, കാരണം ടൈമില്ലായിരുന്നു. നമുക്ക് വേറൊരു സ്ഥലമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പോകണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇനി വരുമ്പോൾ പോകാമെന്നുള്ള രീതിയിൽ നമ്മളത് സ്കിപ്പാക്കി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളവിടെ ചെന്നു. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല.
ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. അവിടെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ആൻഡ് അവർക്ക് നമ്മളെ കണ്ടപ്പോൾ തൊട്ട് പുച്ഛം. കാരണം അവർ നമ്മളോട് ഹിന്ദിയിൽ സംസാരിച്ചു, നമുക്ക് ഹിന്ദി അറിയില്ല. അതുകൊണ്ട് അവർക്ക് മുടിഞ്ഞ പുച്ഛം. എന്ത് പറയാനാണ്, ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻസ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ റിവറിൻ്റെ പേര് സൈന് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. അത് നോർത്തേൺ ഫ്രാൻസിലെ ഏറ്റവും ലോങ്ങർ റിവറാണ്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പാരീസിലെ ഒരു മെയിൻ സ്ഥലത്തേക്കാണ്. നോർത്തേഡാം കത്തീഡ്രലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്ന ഈ ഒരു പള്ളി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഭയങ്കര മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇത്. ഈ ചർച്ച് ഇവർ പണിത് തീർക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 200 years ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. ഇതിൻ്റെ പണി തുടങ്ങുന്നത് 1163 ഗൈസ്. അപ്പം ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഭയങ്കര ഒരു മാജിക്കൽ ഫീല് തന്നൊരു സ്ഥലമാണ്. എനിക്കത് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല. കാരണം അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ ഒത്തിരി വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് സത്യം. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിംഗ് മാർക്കറ്റിൽ കൂടെ ലക്ഷറി ബ്രാൻഡ് ഒക്കെ ഉള്ള ഷോപ്പിംഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടന്നു. ഒന്നും മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ ഐഫൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ പോവാണ്. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. ഈ ബസ്സിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. നേരിട്ട് കണ്ടപ്പോൾ ഗായ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ കരച്ചിലൊക്കെ വന്നു, എനിക്ക് സങ്കടം വന്നു. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. കാരണം ഡേ ടൈമിലെ വ്യൂ ഓക്കെ, ഇറ്റ് വാസ് നൈസ്. പക്ഷേ ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് റീൽസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുള്ള സാധനം ഇങ്ങനെ നേരിട്ട് ദേ കാണുന്നു. ഇത് ഓരോ മണിക്കൂറിലെ ലാസ്റ്റ് 5 minutesലും ഇങ്ങനെ മിന്നി തിളങ്ങും. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ തിളക്കം ഇഷ്ടപ്പെട്ടു. അത് എന്തിനാണ് അങ്ങനെ തിളങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്താണേലും അത് കൊള്ളായിരുന്നു, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവിടെ വയം പൊളിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ടിക്കറ്റ് 12 മണി വരെ ഉള്ളൂ എന്നുള്ളത്. ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നെക്സ്റ്റ് ട്രെയിനിന് നമ്മൾ വീട്ടിൽ പോകണം എന്ന് തീരുമാനിച്ച് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഓടി അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. അത് അടുത്ത ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ കൂടെയുള്ളവർക്ക് അത്യാവശ്യം ബുദ്ധിയുള്ളതുകൊണ്ട് അവരെ ഓൾറെഡി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. റീൽസിലൊന്നും കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഐറ്റിനറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ടും വരിക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ഇത്രയേ ഉള്ളൂ. വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.